കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇന്ന് ഡൽഹിയിലാണ് നടക്കുന്നത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ നേതാക്കളെ AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നാളെ ഹൈക്കമാൻഡുമായി നേതാക്കൾ നിർണായകമായ ചർച്ച നടത്തും. പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടായേക്കും. മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ ഡൽഹിയിൽ വി ഡി സതീശന് സ്വീകരണമൊരുക്കാൻ ടീം ജൻസി ഒരുങ്ങുകയാണ്. രാത്രി 9 മണിക്ക് കേരള ഹൌസിൽ സ്വീകരണം നൽകും. അതിനിടെ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ KC വേണുഗോപാലിനെതിരെ ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, അങ്ങനെ AICC നിരീക്ഷകർ കൃത്യമായ ചില കണ്ടെത്തലുകൾ നടത്തി, കൃത്യമായ ചോദ്യചെറൽ നടത്തിയതിനു ശേഷം ആ ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഡൽഹിയിലാണ്. അവിടേക്ക് നേതാക്കളെ വിളിപ്പിച്ചിരിക്കുന്നു. നിർണായകമായ ചർച്ചകൾ നടക്കാൻ പോകുന്നു. ആർക്കാണ് മുൻതൂക്കം എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ തള്ളിക്കൊണ്ട് AICC നിരീക്ഷകർ രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിലും ആർക്കാണ് മുൻതൂക്കം, ഈ മുന്നിലാര് എന്ന ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം, ഒരു ലീഡ് ലഭിക്കുന്നുണ്ടോ? പ്രതിനിധികളും ശക്തമായ പോരാട്ടമാണ് മുഖ്യമന്ത്രി പദത്തിലേക്കും കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരീക്ഷകർ ഇന്ന് മടങ്ങിയെത്തുകയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. 3 കാര്യങ്ങളാണ് തങ്ങൾ പരിശോധിച്ചതായി നിരീക്ഷകർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA-മാരുടെ പിന്തുണ, അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ. നമുക്കറിയാം KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ കൂടുതലെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രണ്ടാമത്തെ കാര്യം ഘടകകക്ഷികളുടെ പിന്തുണയാണ്. VD സതീശന് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യം പരിഗണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ജനവികാരവും പൊതുവികാരം അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ തങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നതാണ് നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാം ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിലേക്ക് നിരീക്ഷകർ വിടുകയായിരുന്നു. അതേസമയം ചില കാരണം ഇന്ന് രാവിലെ ചില പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട ചില വ്യക്തതകളും നിരീക്ഷകർ വരുത്തിയിട്ടുണ്ട്. കാരണം KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള നേതാക്കളുടെ അടക്കം ഒരു കുറിപ്പുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് യഥാർത്ഥ രേഖയല്ല എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഏകദേശം 1 മണിക്കൂറോളം സമയമാണ് നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ തുടർന്നിരുന്നത്. കൃത്യമായി തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം കോൺഗ്രസ് അധ്യക്ഷനെ നിരീക്ഷകർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തിയപ്പോൾ നടന്ന ശക്തി പ്രകടനങ്ങൾ ഹൈക്കമാൻഡിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാലും ഇതിന് പിന്നാലെ തന്നെ ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡ് അടക്കമുള്ള നേതൃത്വം ഡൽഹിയിലേക്ക് നേതാക്കളെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 11 മണിയോടുകൂടി തന്നെ VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തും. KC വേണുഗോപാൽ നിലവിൽ ഡൽഹിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നാളെ കൃത്യമായ ചർച്ചകൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നേതാക്കളുമായി നടത്തും. കൃത്യമായി നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹൈക്കമാൻഡ് നേതൃത്വം കാണും. ഇതുകൂടാതെ തന്നെ അതിനുശേഷം ചെലുവിളിച്ച് ഒരുമിച്ചും ഈ നേതാക്കളെ കണ്ട് ഒരു പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടത്തുവാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു നീക്കം നടത്തുന്നത്. ഞായറാഴ്ചയോടുകൂടി കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാൻ ഹൈക്കമാൻഡ് നീക്കം നടത്തും. നിലവിൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണെങ്കിലും KC വേണുഗോപാലിനെ നാട്ടിലേക്ക് വിടുന്നതിൽ ചില പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഇനി KC വേണുഗോപാൽ നാട്ടിലേക്ക് മുഖ്യമന്ത്രിയായി പോവുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതുകൂടാതെ തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പുതിയൊരാളെ കണ്ടെത്തേണ്ട ചുമതല ഇനി ഹൈക്കമാൻഡിന് വിടും. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകും എന്നതാണ് നിലവിൽ മനസ്സിലാകുന്ന കാര്യം. ഇതുകൂടാതെ തന്നെ മറ്റ് നേതാക്കളെ അടക്കം ഒരുമിപ്പിച്ച് നിർത്തി ഒരു പ്രശ്നമില്ലാതെ ഒരു പരിഹാരത്തിനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധി ഹരിയാന PCC നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയാൽ കോൺഗ്രസ് അധ്യക്ഷനുമായി ചർച്ച നടത്തി എങ്ങനെയാണ് ഇതിലൂടെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും. പ്രജിൻ, പ്രവിത. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഇനി എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.